ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. 8 പാനലായിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കാലോപ്പ് ചെയ്തിട്ടുള്ള നെക്ക് ഡിസൈനും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മസ്ലിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ. ഇത് 3 പീസ് സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോട്ടം, ടോപ്പ്, ഷോള് ഇങ്ങനെ 3 പീസ് സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഷോളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഈ ഒരു കുർത്തി ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ത്രെഡും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കുർത്തിയുടെ ഫാബ്രിക് വരുന്നത്. ഇതൊരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ക്രീം കളറിൽ നിറയെ പ്രിൻ്റ് വർക്കാണ് കേട്ടോ ഇതിൽ പോയിട്ടുള്ളത്. ഫോയിൽ പ്രിൻറ്റും ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് 8 പാനൽ കുർത്തിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്നും ഇതുപോലെ ഒരു 6 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കുർത്തിയുടെ താഴെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 8 പാനൽ ചെയ്തെടുക്കൂലേ, ഇതിൻ്റെ താഴെയായിട്ട് ജോയിൻ ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു 6 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് പീസായിട്ടൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇത് ലാസ്റ്റാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ബാക്കിയുള്ള പീസിനെ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു പാനൽ കട്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പാനലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 28 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസ് കൂടിയിട്ട് 30 ഇഞ്ചസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. യോക്കിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു പാനൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാനലിന് വേണ്ടിയിട്ട് 4 പാനലാണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം തന്നെ ഒരു സൈഡിൽ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഒരു 5.5 ഇഞ്ചാണ്. പിന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഈ 10 ഇഞ്ച് വരുന്ന ഭാഗമൊക്കെ താഴെ ഭാഗത്തേക്കായിട്ടാണ് വരിക. 5.5 ഇഞ്ച് വരുന്നത് നമ്മുടെ യോക്കിൻ്റെ അവിടെ ജോയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ 4 പാനലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 10 ഇഞ്ചാണല്ലോ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവിലും കൂടെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 5.5 എന്നുള്ള കണക്ക് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുക. എനിക്കിവിടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളത് 18 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ ഒരു 18 ഇഞ്ചസിലേക്ക് നമ്മൾ 4 പാനലിൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 5.5 ഇഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 22 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മുടെ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു 5.5 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് അതൊരു 20 ഇഞ്ചായിട്ട് അവിടെ കുറയും. ബാക്കി നമുക്ക് ഈ ഒരു 18 ഇഞ്ചാണല്ലോ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ 20 ഇഞ്ചസ് കിട്ടുമ്പോൾ നമുക്ക് സീം അലവൻസിനും കൂടി ഉള്ളത് അവിടെ കിട്ടും. അപ്പം ഇതുപോലെ ഒരു മാർക്ക് ചെയ്തതൊക്കെ വരച്ചു കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് 2 ലെയർ ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 2 ഫോൾഡ് ചെയ്തിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 4 പാനൽ, ബാക്ക് സൈഡിലും 4 പാനലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഓരോ പാനലിൻ്റെയും താഴെ ഭാഗത്ത് 10 ഇഞ്ചാണല്ലോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ അവിടെ ഒരു 40 ഇഞ്ചസ് ആണ് കേട്ടോ നമുക്ക് താഴെ ഭാഗത്ത് വിഡ്ത്തായിട്ട് വരുന്നത്. ഇതുപോലെ ഓരോ പാനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുത്തിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാനലിന് വേണ്ടിയിട്ട് വരച്ച ആ മാർക്കിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നാല് പാനൽസിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5.5 ഇഞ്ച് മുകളിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പാനലിൻ്റെ താഴെയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസിനെ വെച്ച് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് യോക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 ഇഞ്ചസ് ആണ് കേട്ടോ.
അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നതും 7.5 ഇഞ്ചാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 9.5 ഇഞ്ചസ് ആണ്. സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 9.5 ഇഞ്ചസ് ആണ്. സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനൊക്കെ ഈ ഒരു കർവിലൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. സ്ലീവ്സിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 20 ഇഞ്ചസ് ആണ്. 18 ഇഞ്ചസ് ആണ് കേട്ടോ സ്ലീവ്സിന് വേണ്ടത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ലീവ്സിൻ്റെ ഷേപ്പ് ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാം. സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് വിടുത്തെടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് വരക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പാനലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ 4 പാനലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്തേക്കുള്ളതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗത്തേക്കുള്ളതും ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കുള്ള പാനലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 പാനലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് നെക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കാലോപ്പിൻ്റെ നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചസ് ആണ്. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വി ഷേപ്പിലാണ് ഈ ഒരു സ്കാലോപ്പ് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ സ്കാലോപ്പിൻ്റെ ഡിസൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അധികം സ്കാലോപ്പിൻ്റെ തള്ളി നിൽക്കുന്നത് പോലെയല്ല, ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ താഴെ ഭാഗത്തു നിന്നും വേണം കേട്ടോ സ്കാലോപ്പ് വരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ നിന്ന് മുകളിലേക്കാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ മൊത്തമായിട്ടും ഈ ഒരു സ്കാലോപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു 1 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ ഒരു സ്കാലോപ്പ് ഡിസൈൻ വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ച് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് ആ ഒരു വി ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഭാഗത്തായിട്ടും സ്കാലോപ്പിൻ്റെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കണം. ആ താഴെ ഭാഗത്ത് ഞാനൊരു വി ഷേപ്പിലും കൂടെ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്കാലോപ്പിൻ്റെ വർക്ക് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള ഒരു കട്ട് പീസിൽ ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ആ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ടിലെ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു വരച്ച പാറ്റേണിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ ഒരു സ്കാലോപ്പിൻ്റെ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണർ ഭാഗം ശരിക്കും ആ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ആ കോർണർ ഭാഗം നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര വൃത്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ കോർണർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ സൂചിനെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് കിട്ടും.
ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ എഡ്ജിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയൊരു കട്ടർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ നന്നായിട്ട് ആ സ്റ്റിച്ചിന് കൊള്ളാതെ തന്നെ ആ ഒരു ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തായിട്ട് നന്നായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ടൊന്ന് തള്ളിയെടുത്താൽ നമുക്ക് ആ സ്കാലപ്പിൻ്റെ ഡിസൈന് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് സ്കാലപ്പിന് ഓരോന്നായിട്ട് ഒന്ന് നിവർത്തി ഒന്ന് കൊടുക്കുക. സ്റ്റിച്ചൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തും ഒന്ന് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോർണറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു പിരിഞ്ഞ പോലെ നിൽക്കുന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ കോർണർ ഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടി എടുത്താൽ നമ്മുടെ ഒരു ഭാഗം പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അയൺ ചെയ്തൊക്കെ എടുത്തപ്പോൾ നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇനി ബാക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചസാണ്. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 2.5 ഇഞ്ചസാണ്. ഇനി മാർക്ക് ചെയ്തതിനൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗമാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ യോക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു എഡ്ജ് രണ്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ഒരു പീസിനെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ എഡ്ജൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നെക്കും ഷോൾഡറും ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ താഴെ ഭാഗത്ത് എക്സ്ട്രാ വന്നിട്ടുള്ളൊരു പീസില്ലേ, ഇതിനൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. മെയിൻ ക്ലോത്തിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് അവിടെ നിന്നോളും. അടുത്തതായിട്ട് ഇനി സ്ലീവ്സ് ആണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലീവിനെ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് യോക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ടക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ പാനൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിനോടായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. 4 പാനൽ ഫ്രണ്ടിലും 4 പാനൽ ബാക്കിലും വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലോത്തിനൊന്ന് നമ്മുടെ അളവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ പാനൽ ചെയ്തതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, ഒരു 6 ഇഞ്ചിൻ്റെ പീസ്, അത് ഇവിടെയാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടൈ ചെയ്യാനായിട്ട് 2 വള്ളിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിലായിട്ട് ഇതുപോലെ ഒരു ലാറ്റ്കാൻ്റെ ഡിസൈനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ട്രയാങ്കിൾ പീസിനെ ഒന്നും കൂടി മടക്കി എടുത്തിട്ട് ഈ ഒരു വള്ളി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതുപോലെ നല്ല ഭംഗിയുള്ള ലാറ്റ്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് ഞാൻ 2 ലാറ്റ്കാനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്കാലപ്പ് നെക്കും പാനൽ കട്ട് കുർത്തിയായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.